എൻ്റെ പേര് അവിനാശ് എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒക്ടോബർ 2021 എടുത്ത ഉടമ്പടിയാണ്. അപ്പം അമ്മ എപ്പോഴും ഇവിടെ വന്ന് കൃപാസനത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അമ്മ അങ്ങനെ പോകണോ, അതിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഇവിടെ തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനെ കിട്ടത്തില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് ഈ UPSC എക്സാം, PSC എക്സാംസൊക്കെ ഞാൻ എഴുതുന്ന ഒരാളായിരുന്നു. പക്ഷേ എഴുതുമ്പോഴൊക്കെ എനിക്ക് അതിനായിട്ടുള്ള റിസൾട്ട് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ വിഷമത്തിലിരുന്ന് അങ്ങനെ ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി ഞാൻ വളരെ സങ്കടത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, അമ്മേ എനിക്ക് എവിടെയെങ്കിലും പോകണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ ആവുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കയറി വന്നത്. അങ്ങനെ ഞാൻ അച്ഛനെ കാണുകയും അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് 22 ദിവസം നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും, നീ ഇത് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. പിന്നെ കാനഡയിലേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ അന്വേഷിച്ചു, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ നേരെ പോയി ഏജൻസിയിൽ പോയി ചോദിച്ചു, കോഴ്സസിനെ പറ്റി അന്വേഷിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം എനിക്കൊക്കെ ചെയ്തു തീർക്കാൻ. കാരണം ഈ ജനുവരി ഇൻടേക്കിലാണ് ഞാൻ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അങ്ങനെ മെയ് 20-ാം തീയതി ഇവിടെ വന്നതിന് ശേഷം കൃത്യം 4 ദിവസത്തിനുള്ളിൽ ഞാൻ കോഴ്സിന് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് IELTS ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അറിവും ഉണ്ടായിട്ടില്ലായിരുന്നു, എങ്ങനെയാണ് എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ടൊന്നും. അപ്പം അവരെന്നോട് പറഞ്ഞത് കോഴ്സിന് അപ്ലൈ ചെയ്യണം, ഓഫർ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ IELTS എക്സാം ഡേറ്റ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ഡേറ്റ് എടുത്തു. ഞാൻ ക്ലാസ്സിന് പോലും പോയി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ക്ലാസ്സിന് ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ചെന്നു പോയി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. കൃത്യം 1 മാസം കൊണ്ടാണ് ഞാനത് IELTS ഞാൻ പഠിച്ചെടുത്തത്. അതിനുശേഷം ജൂലൈ 7-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. ജൂൺ 28-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ 28-നുള്ളിൽ കൃത്യമായിട്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം, ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം എനിക്ക് IELTS എക്സാം പാസ്സാവാതെ എനിക്കത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ പോയി IELTS എക്സാം എഴുതി. ജൂലൈ 20-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് 7 സ്കോർ വെച്ച് എനിക്ക് IELTS പാസ്സാകുകയും ചെയ്തു. ജൂലൈ 28-ാം തീയതിക്കുള്ളിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ഈ ലോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോൺ സാങ്ഷൻ ആക്കാനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം പൈസ അടയ്ക്കണമായിരുന്നു. ഓഗസ്റ്റിനുള്ളിൽ തന്നെ വിസയ്ക്ക് വെക്കണമായിരുന്നു. അപ്പോൾ പൈസ അടയ്ക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം അതിനുവേണ്ടി ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലോൺ സാങ്ഷൻ ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അതിനുള്ള പൈസയെല്ലാം ഒപ്പിക്കാനും ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ വിസയ്ക്ക് വെക്കുകയും ചെയ്തു. കൃത്യം 2 മാസമാണ് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് സമയമുണ്ടായിരുന്നത്. അതായത് ഒക്ടോബർ 22-ാം തീയതി, അന്നാണ് 21-ാം തീയതിയാണ് എനിക്ക് എൻ്റെ PPR വന്നത്. അപ്പം ഓഗസ്റ്റ് 19-ന് വെച്ചപ്പോഴത്തേക്കിന് എൻ്റെ ഫ്രണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഓഗസ്റ്റ് 23-നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 19-ന് വെച്ച് ഏകദേശമുള്ള എല്ലാ ആൾക്കാർക്കും വന്നിട്ടും എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 23-ന് വെച്ച് അവനും വിസ വന്നു. അപ്പോൾ ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു. ദൈവം ഇനിയുള്ള റിജക്ഷൻ ആണോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇനി വരാത്തത്? അപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞ് ഞാൻ ഒരുപാട് അമ്മയുടെ കൂടെ ഇരുന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് പറ്റുന്നില്ല, എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല, ഇത്ര നാൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെയായി പോയോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഒക്ടോബർ 22-ാം തീയതി ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനുള്ളിൽ നിനക്ക് ഉറപ്പായിട്ടും വിസ വന്നിരിക്കും. എനിക്ക് ഒക്ടോബർ 22-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്കിനും എനിക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഞാൻ ഡിസംബർ 26-ാം തീയതി, ഈ ഡിസംബർ 26-ന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആ ഒരു പോസിറ്റീവ് എൻ്റെ പ്രോഗ്രസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കത് കിട്ടിയത്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആദ്യമേ ഇവിടെ വരുമ്പോഴത്തേക്കിനും അമ്മയോട് ഞാൻ എപ്പോഴും പറയും, അമ്മ എന്തിനാ പോണേ, അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷമാണ്. അത് ഞാൻ ഒരുപാട് മാതാവിനോട് നന്ദി പറയുന്നുണ്ട്. അതാണ് എൻ്റെ സാക്ഷ്യം. ഇപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യമുണ്ട്, ചേച്ചിയുടെ കാര്യം അമ്മയുടെ ഞാൻ കൊടുക്കാം. എൻ്റെ മോള് ജിസ്ന ഹെഡ്സവത്ത്, അവൾ സാലി ജോലി 2 പ്രാവശ്യം അവൾ IELTS എഴുതി, 2 പ്രാവശ്യം OET എഴുതിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾ സൗദിയിൽ പോയി. സൗദിയിൽ നിന്ന് തന്നെ OET 2ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ അവൾക്ക് UK സ്കോർ കിട്ടുകയും അവിടും തന്നെ പോകാനുള്ള OETയും CBTയും പാസ്സാവുകയും ചെയ്തു. അവിടും തന്നെ അവൾ UK പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഓസ്കിയും അത് ഒറ്റ പ്രാവശ്യം കൊണ്ടാണ്. ഞാൻ ഈ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചു. പരീക്ഷ സമയത്തും റിസൾട്ട് വരുമ്പോഴെല്ലാം ഞാൻ മുട്ടിപ്പായും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന വചനം നമ്മൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യെല്ലാം ചെയ്യുന്ന റിസൾട്ട് വന്നപ്പോൾ UK കിട്ടി. അവളിപ്പോൾ അവിടെ UK ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു. മോൻ്റെ പേര് അവിനാശ.
പ്രിയ സഹോദരങ്ങൾ, നമ്മൾ കേട്ടത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന അവിനാഷിൻ്റെ ജീവിത സാക്ഷ്യവും അതുപോലെ തന്നെ ജീവിത അനുഭവമാണ് നമ്മൾ കേട്ടത്. വളരെ വലിയ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഈ 3 വർഷമായിട്ട് ബിടെക്കൊക്കെ പാസ്സായി പല പരീക്ഷകൾ എഴുതി ഒരു പരീക്ഷയും പാസ്സാകാതെ അല്ലെങ്കിൽ കിട്ടാതെ വളരെയധികമായിട്ട് യുവാക്കൾ എല്ലാവരും പ്രയാസപ്പെടുന്ന പോലെ ഒരു ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടും വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനായിരുന്നു. ആ സമയത്തേക്ക് ഈ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മാധ്യസ്ഥ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്നു. ഇപ്പോഴൊക്കെ ഈ മകൻ അമ്മയെടുത്ത് കുറ്റം പറയുകയും അതുപോലെ തന്നെ പിന്തിരിപ്പിക്കുവാനും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പലപ്പോഴും ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും അതുപോലെ മാതാപിതാക്കളെ കാണുമ്പോൾ ചെയ്യുന്നത് പോലെ അവൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ തന്നെ കുറവിൻ്റെ ഒരു നിമിഷം ഉണ്ടായിരുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഇതിൻ്റെ കാര്യം എന്തെന്നൊക്കെയുള്ള ചോദിച്ച ആ ഒരു അറിവ് കുറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മെയ് 19-ാം തീയതി അല്ലേ, മെയ് 19-ാം തീയതി നമ്മുടെ ഇവിടെ കടന്നു വന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇവിടുത്തെ പ്രത്യേകതകളും പ്രാർത്ഥനയുടെ ശക്തിയും അതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള നിയോഗങ്ങൾക്ക് ലഭിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനും ബോധ്യപ്പെടുവാനും ഇടയായി. അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അച്ഛൻ്റെ അടുത്ത് വന്ന് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് നിന്നു. അച്ഛൻ പറഞ്ഞു, 22 ദിവസത്തിനുള്ളിൽ നിനക്ക് മറുപടി കിട്ടും. ഇതൊരു വലിയ ഒരു ശക്തമായിട്ടുള്ള വാക്കുകളായിരുന്നു ജോസഫ് അച്ഛൻ പറഞ്ഞത്. 22 ദിവസത്തിനുള്ളിൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. 25 ദിവസത്തിനുള്ളിൽ നിനക്ക് ഉത്തരം ലഭിക്കും. 3 വർഷമായിട്ട് ഈ മകൻ PSC പരീക്ഷ എഴുതുന്നു, UPSC പരീക്ഷ എഴുതുന്നു. ഒന്നിനും ഒരു സാധ്യതയില്ല, ഒന്നിനും ജയിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ കടന്നുകൂടാനായിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് 3 വർഷത്തിന് ശേഷം മെയ്യിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞ് 22 ദിവസത്തിനുള്ളിൽ നിനക്ക് ഉത്തരം ലഭിക്കും. അപ്പോഴാണ് അവൻ ILTC പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും. അതിനുശേഷമാണ് ILTC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലും അല്ലേ. 22 ദിവസത്തിനുള്ളിലാണ് പരീക്ഷ നടന്നത്. അച്ഛൻ പറഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് വേണമെങ്കിൽ പറയാം ആ പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിച്ചു. എത്ര വലിയ ദൈവികമായിട്ടുള്ള പ്രേരണയുടെ വാക്കുകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. വാക്കുകളേക്കാൾ ഉപരിയായിട്ട് അത് അടിയുറച്ച് വിശ്വസിക്കുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞു, അത് കണ്ണടച്ചു അവൻ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വാക്കുകളായിട്ട് അവൻ കരുതി. അതിനുവേണ്ടി അവൻ അതിൻ്റെ മാർഗങ്ങൾ അന്വേഷിച്ചു. അതിനുവേണ്ടി അവൻ്റെ യാത്ര തുടങ്ങി. എല്ലാം വളരെ ഭംഗിയായി തടസ്സങ്ങൾ കൂടാതെ നടന്നു ഈ മകൻ്റെ ജീവിതത്തിൽ. പിന്നീട് ഈ പറഞ്ഞതുപോലെയുള്ള വിസയുടെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ, അവിടെ എല്ലാം പല രീതിയിലുള്ള തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവത്തെ ഇന്ന് വന്ന് ഇപ്രകാരം പറഞ്ഞ് മഹത്വപ്പെടുത്തുവാനുള്ള ഒരവസരമാക്കി മാറ്റിക്കൊടുക്കാനായിട്ട് കർത്താവിൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോഴെല്ലാം ഈ മകൻ ചെയ്ത് ഉറച്ച്, ആദ്യമൊക്കെ സംശയിച്ച വ്യക്തിയായിരുന്നു. അമ്മയെപ്പോലും പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചതായിരുന്നു. അമ്മ തിരുത്തപ്പെട്ടില്ല, അമ്മ ഉറച്ചു നിന്നു. അമ്മയുടെ വഴിയെ മകനെ കൊണ്ടുവന്ന് ഇന്ന് അമ്മയും മകനും വളരെ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ വലിയ പ്രഘോഷകരായി ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മക്കളായി തീർന്നുവെന്ന് വേണം പറയാൻ. 3 വർഷമായിട്ട് പരിശ്രമിച്ച് കിട്ടാതിരുന്നത് മെയ്യിൽ വന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോൾ 22 ദിവസം എന്ന് പറഞ്ഞ് വിശ്വസിച്ചു, പ്രവർത്തിച്ചു. അതിനു മുമ്പ് തന്നെ അവന് അത് കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവുന്നു, നീക്കുപോക്കുകളുണ്ടാവുന്നു, വളർച്ചയുണ്ടാവുന്നു, പുരോഗതി കൈവരിക്കുന്നു. അവൻ ഇന്നിപ്പോൾ ആ വിസയുടെ ആ ഫോട്ടോ മൊബൈലിൽ കരുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് സൂക്ഷിച്ച വന്ന കാണിക്കാനായിട്ട്, സാക്ഷ്യമായിട്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് മകനെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ
ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.